നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിൽ chi-squareും ടിയും ഓൾറെഡി പഠിച്ചു. പിന്നെ നമുക്ക് നോർമലും എഫ് ആണുള്ളത്. നോർമൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഓൾറെഡി പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് എഫ് ഡിസ്ട്രിബ്യൂഷനാണ്. സോ നോർമൽ പറഞ്ഞ സമയത്ത് ആൻഡ് ടി ഓൾസോ ഇത് രണ്ടും പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു ഈ നോർമലും ടിയും ഡിഫറൻസ് ഓഫ് മീൻസ് അല്ലെങ്കിൽ സാമ്പിൾ മീൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ആൻഡ് chi-square എന്ന് പറയുന്നത് ഒരു സിംഗിൾ സാമ്പിളിൻ്റെ വേരിയൻസുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. അതുപോലെ എഫിൻ്റെ കേസ് വരികയാണെങ്കിൽ എഫിന് കുറച്ചും കൂടി ഒരു പെർട്ടിക്കുലർ സെറ്റപ്പ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡർ 2 ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ഓഫ് സൈസ് N1 ആൻഡ് N2. സോ നമ്മൾ ആ ഒരു വേർഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ആണ്. ആൻഡ് ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസ് N1 ആണ്, സെക്കൻഡ് സാമ്പിളിൻ്റെ സൈസ് N2 ആണ്. ഇസ് ഡ്രോൺ ഫ്രം 2 നോർമൽ പോപ്പുലേഷൻ വിത്ത് സെയിം വേരിയൻസ്. സോ സപ്പോസ് അല്ലെങ്കിൽ 2 നോർമൽ പോപ്പുലേഷൻസ് ഉണ്ട്, രണ്ടിനും സെയിം വേരിയൻസ് ആണ്, സിഗ്മ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഈ 2 പോപ്പുലേഷൻസിൽ നിന്നും ഫസ്റ്റ് പോപ്പുലേഷൻ ഞാനൊരു സാമ്പിൾ ചൂസ് ചെയ്തു ഓഫ് സൈസ് N1 ആൻഡ് സെക്കൻഡ് സാമ്പിളിൽ നിന്ന് സെക്കൻഡ് പോപ്പുലേഷനിൽ നിന്ന് വേറൊരു സാമ്പിൾ ചൂസ് ചെയ്തു ഓഫ് സൈസ് N2. ആൻഡ് ഓൾസോ ഒരു വൺ മോർ പ്രോപ്പർട്ടി എന്താണ്, ഈ 2 സാമ്പിൾസും N1 സൈസുള്ള സാമ്പിളും N2 സൈസുള്ള സാമ്പിളും ഇത് രണ്ടും ഇൻഡിപെൻഡൻറ്റുമാണ്. Let S1 square and S2 square represent their respective sample variance. So പോപ്പുലേഷൻ വേരിയൻസ് സിഗ്മ സ്ക്വയർ ആണ്. 2 പോപ്പുലേഷൻസിനും സെയിം, രണ്ടും നോർമൽ പോപ്പുലേഷൻസുമാണ്. അതിൻ്റെ അത് നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ള സാമ്പിൾസിൻ്റെ വേരിയൻസ് ഡിഫറെൻ്റ് ആണ്. സോ ഫസ്റ്റ് സാമ്പിളിൻ്റെ വേരിയൻസിൽ നമ്മൾ S1 സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്തു, രണ്ടാമത്തെ സാമ്പിളിൻ്റെ വേരിയൻസിൽ നമ്മൾ S2 സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് സ്റ്റാറ്റിസ്റ്റിക്, നേരത്തെ നമ്മൾ chi-square സ്റ്റാറ്റിസ്റ്റിക് ടി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞ പോലെ എഫ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ എഫ് റേഷ്യോ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു N1 S1 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 മൈനസ് 1 ഡിവൈഡഡ് ബൈ N2 S2 സ്ക്വയർ ഡിവൈഡഡ് ബൈ N2 മൈനസ് 1. ഈ ഒരു പെർട്ടിക്കുലർ എഫ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ എഫ് റേഷ്യോ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുക ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ആൻഡ് ഇപ്പം നമ്മൾ എഴുതിയ ഒരു ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, N1 S1 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 മൈനസ് 1 ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്തു N2 S2 സ്ക്വയർ ഡിവൈഡഡ് ബൈ N2 മൈനസ് 1 ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പെർട്ടിക്കുലർ പോർഷനെ നമ്മളൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആ ഒരു പെർട്ടിക്കുലർ ഫോമാറ്റിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, അതായത് N1 S1 സ്ക്വയർ ഡിവൈഡഡ് ബൈ N1 മൈനസ് 1. ഇനി നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതായത് N2 മൈനസ് 1 ഡിവൈഡഡ് ബൈ N2 S2 സ്ക്വയർ. സോ ഇതൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ സെക്കൻഡ് ഫോമാറ്റ് ആയിട്ടുള്ള N1 S1 സ്ക്വയർ ഇൻറ്റു N2 മൈനസ് 1 ഡിവൈഡഡ് ബൈ N2 S2 സ്ക്വയർ ഇൻറ്റു N1 മൈനസ് 1 എന്ന് കിട്ടും. ഇതാണ് എഫ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ എഫ് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ഈ എഫ് റേഷ്യോ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എഫ് ഡിസ്ട്രിബ്യൂഷന് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുക അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ബാക്കി ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിലോ നമ്മളതിൻ്റെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മളതിൻ്റെ ബൈനോമിയൽ NP എന്നാണ് എഴുതുക. ഈ എന്നും പിയും എന്താണ്, അതിൻ്റെ പാരാമീറ്റേഴ്സ് ആണ്. സോ ഈ എന്നും പിയും മാറുന്നതിനനുസരിച്ച് അതിൻ്റെ മീൻ മാറും, വേരിയൻസ് മാറും, ബാക്കി ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറും. അതുപോലെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ അതിനെ ക്യാരക്ടറൈസ് ചെയ്യുന്നത് പറയുന്നത് എന്താണ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. സോ chi-squareൻ്റെയും ടീൻ്റെയും കേസിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സാമ്പിൾ സൈസ് N ആണെന്നുണ്ടെങ്കിൽ എത്രയായിരുന്നു, N-1 ആയിരുന്നു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലാണെങ്കിലോ നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 സാമ്പിൾസ്, മറ്റേതൊക്കെ നമ്മൾ ഒരു സാമ്പിളാണ് ചൂസ് ചെയ്തത്, 2 സാമ്പിൾസ് ചൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസ് N1 ആണ്, രണ്ടാമത്തേൻ്റെത് N2 ആണ്. സോ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എഴുതുക ഒരു ഓർഡേർഡ് പെയർ ആയിട്ടാണ്. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മൾ 2 നമ്പേഴ്സ് കോമയിട്ട് എഴുതുന്നത്, അതിനാണ് നമ്മൾ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സാമ്പിളിൻ്റെ സൈസ് ആയിട്ടുള്ള N1 മൈനസ് 1, സെക്കൻഡ് സാമ്പിളിൻ്റെ സൈസ് N2 മൈനസ് 1. ഇതാണ് ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി എഫ് റേഷ്യോയുടെ എഫ് ഡിസ്ട്രിബ്യൂഷന് 2 പ്രോപ്പർട്ടീസാണ് പറയുന്നത്. എഫ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദ റേഷ്യോ ഓഫ് 2 ഡിസ്ട്രിബ്യൂഷൻസ്, 2 ഡിഫറെൻറ്റ് നോർമൽ പോപ്പുലേഷൻ, അതിന് രണ്ടിനും വേരിയൻസ് സെയിം ആണ്, അതിൻ്റെ വേരിയൻസസിൻ്റെ റേഷ്യോ ആയിരുന്നു. സോ എഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2 ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ റേഷ്യോ ആണ്. ഇറ്റ്സ് ഷേപ്പ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. സോ എഫ് ഡിസ്ട്രിബ്യൂഷൻ ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ എഫിന് മാത്രമല്ല
ടിയും കൈ സ്ക്വയറും ഒക്കെ എന്താണ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാറുന്നതിനനുസരിച്ച് നമ്മുടെ കേർവിൻ്റെ ഷേപ്പിലും ചെറിയ വ്യത്യാസം വരും. ഇനി ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഇറ്റ് ഈസ് കസ്റ്റമറി ടു കീപ് ദ എഫ് റേഷ്യോ ഗ്രേറ്റർ ദാൻ 1. എഫ് റേഷ്യോ എന്ന് പറയുന്നത് n1s1² ഇൻറ്റു n2 - 1 ഡിവൈഡഡ് ബൈ n2 s2² ഇൻറ്റു n1 - 1 ആണ്. ഈ ഒരു റേഷ്യോ നമ്മൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിട്ടാണ് കീപ്പ് ചെയ്യുക. സോ അങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ n1s1² ഇൻറ്റു n2 - 1 കണ്ടുപിടിക്കും. പിന്നെ നമ്മൾ n2 s2² ഇൻറ്റു n1 - 1 കണ്ടുപിടിക്കും. ഈ രണ്ട് വാല്യൂസും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതാണോ വലുത് അതിനെ നമ്മൾ ന്യൂമറേറ്ററും ചെറിയ വാല്യൂവിനെ നമ്മൾ ഡിനോമിനേറ്ററിലും ഇടും. അപ്പം നമുക്ക് നമ്മുടെ റേഷ്യോ എങ്ങനെ കിട്ടും? ഗ്രേറ്റർ ദാൻ 1 കിട്ടും. എന്തുകൊണ്ടാണ്? സപ്പോസ് നമ്മുടെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, 2ഉം 3ഉം എന്ന് വിചാരിച്ചോ. ഈ രണ്ട് നമ്പേഴ്സും വെച്ചിട്ട് ഞാനൊരു ഫ്രാക്ഷൻ ഫോം ചെയ്യാം. ഇതിൽ ചെറിയ നമ്പർ ആയിട്ടുള്ള 2നെ ഞാൻ ന്യൂമറേറ്ററും വലിയ നമ്പർ 3 ഡിനോമിനേറ്ററും ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് 2/3 എന്ന് പറയുന്നത് എന്താണ്? ഒരു 1നേക്കാട്ടിലും ചെറിയ ഒരു ക്വാണ്ടിറ്റിയാണ്. വരസ് ഞാൻ ഈ 3നെ നമ്മൾ ന്യൂമറേറ്ററിലേക്കും 2നെ ഡിനോമിനേറ്ററിലേക്ക് ഇട്ടാലോ 3/2 1.5 കിട്ടി. അതായത് എന്താണ്? ഒരു ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടി. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫ്രാക്ഷനെ ഗ്രേറ്റർ ദാൻ 1 ആക്കണമെങ്കിൽ വലിയ നമ്പറിനെ ന്യൂമറേറ്ററിലേക്കും ചെറിയ നമ്പറിനെ നമ്മൾ ഡിനോമിനേറ്ററിലും ഫിക്സ് ചെയ്താൽ മതി. ഇനി എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ടിപ്പിക്കൽ എഫ് കർവ് എന്ന് പറയുന്നത്, എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമാറ്റിലായിരിക്കും. അതായത് ആദ്യം നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ബെൽ ഷേപ്ഡ് കർവ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം എന്താ വെച്ചാൽ ഈ കർവ് ഇങ്ങനെ എക്സ് ആക്സിസിന് ഓൾമോസ്റ്റ് പാരലായിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനൊരു എൻഡില്ല, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരിക്കലും ടച്ച് ചെയ്യില്ല. എക്സ് ആക്സിസും ഈ കർവും ഒരിക്കലും ടച്ച് ചെയ്യില്ല. ഇതൊരു 227 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ള ഒരു എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ കർവാണ് ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് വരിക. ആൻഡ് ഈ കർവിന് കുറച്ച് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഇത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. 3 സ്ക്യൂനെസ് ഉണ്ട് നമുക്ക്. ഇതാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ്, ഇതാണ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആൻഡ് ഓൾസോ സിമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ കർവ് പോലെ ഇത് മീസോകേർട്ടിക് ആയിട്ടുള്ള ഒരു കർവ്. ഇത് മൂന്നുമാണ് സ്ക്യൂനെസ് വരുന്നത്. അപ്പോൾ ഇതിൽ എഫ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്താണ്? പോസിറ്റീവ് സ്ക്യൂനെസ്സിലാണ് എഫ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ദർ ഇസ് നോ ലിമിറ്റ് ടു ഹൗ ഹൈ ദ എഫ് റേഷ്യോ ക്യാൻ ഗെറ്റ്. നമ്മൾ പറഞ്ഞു എഫ് റേഷ്യോ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്തത്? ഗ്രേറ്റർ ദാൻ 1 ആയിട്ടായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. ഈ എഫിന് 1നേക്കാട്ട് കൂടുതൽ എത്ര വേണമെങ്കിലും വലുതാവും. അതിനൊരു പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല. ഇറ്റ് കനോട്ട് ബി ലോവർ ദാൻ 0. എന്തുകൊണ്ടാണ്? എഫ് റേഷ്യോ എന്ന് പറയുന്നത് രണ്ട് സാമ്പിൾ വേരിയൻസസിൻ്റെ റേഷ്യോ ആണ്. n1s1² ഇൻറ്റു n2 - 1 ഡിവൈഡഡ് ബൈ n2 s2² ഇൻറ്റു n1 - 1 ആണ്. അപ്പം വേരിയൻസ് ഒരിക്കലും ലെസ് ദാൻ 0 ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ വേരിയൻസിൻ്റെ റേഷ്യോ ആയിട്ടുള്ള എഫ് എന്താവില്ല? ലെസ് ദാൻ 0 ആവില്ല. ആസ് n ഗെറ്റ് ലാർജർ ഡിസ്ട്രിബ്യൂഷൻ ബിക്കംസ് ലെസ് സ്ക്യൂഡ്. ആ n കൂടുന്നതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ്റെ സ്ക്യൂനെസ് കുറയും. ആൻഡ് ഓൾസോ ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റീനെ അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്താ പറയുക ഐഡൻറ്റിക്കൽ ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് മാറും. ഇനി നമ്മൾ എഫ് ടേബിൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ഈ സപ്പോസ് ഇപ്പോൾ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ആൽഫ = 0.01. ആൽഫ ഞാൻ ഒത്തിരി തവണ പറഞ്ഞാണ്, നമ്മൾ തന്നെ ഇൻവെസ്റ്റിഗേറ്റർ ആരാണോ അയാളാണ് ഫിക്സ് ചെയ്യുക. സോ ആൽഫ 0.01 ആയിട്ടുള്ള ഒരു എഫ് ടേബിളിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് പേജിലുണ്ട് എഫിൻ്റെത്. അപ്പോൾ യൂഷ്വലി നമ്മൾ 0.01 0.05 ഒക്കെ തന്നെയാണ്. ഈ രണ്ട് വാല്യൂസാണ് മിക്കവാറും കേസസിലും, മിക്കവാറും ഒരു 99% കേസസിലും ആൽഫയുടെ വാല്യൂ അത് തന്നെയായിരിക്കും. സോ നമ്മൾ ആൽഫയുടെ വാല്യൂ ഇത് ഫിക്സ് ചെയ്തു. ഇനി എഫ് ടേബിളിൻ്റെ അകത്ത് ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിന് നമുക്ക് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടല്ലോ. ഏതൊക്കെയുണ്ട്? n1ഉം n2ഉം 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ആദ്യം നമ്മൾ n1 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സപ്പോസ് നമ്മുടെ n1 എന്ന് പറയുന്നത് 5 ആണെന്ന് വിചാരിച്ചോ. അതായത് 5ഉം n2 എന്ന് പറയുന്നത് ഒരു 7 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ എഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയായിരിക്കും വരിക? 4, 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും എഫിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരിക. സോ നമ്മൾ ആദ്യം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റത്തെ ഇതാണ്. സോ നമ്മൾ ഈ 4 ആദ്യം ലൊക്കേറ്റ് ചെയ്യുക ആൻഡ് ദെൻ ഈ 6ഉം ലൊക്കേറ്റ് ചെയ്യുക. 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇത് രണ്ടും കൂടിയും ജോയിൻ ചെയ്യുന്ന ആ ഒരു ഏരിയയിലുള്ള ക്രിട്ടിക്കൽ വാല്യൂ എത്രയാണോ, ഇവിടെ 9.15 ആണ്. സോ ഇവിടുത്തെ ക്രിട്ടിക്കൽ വാല്യൂ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലെ ക്രിട്ടിക്കൽ വാല്യൂ വരുന്നത് 9.15 ആണ്. ഇതുപോലെ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫസ്റ്റത്തെ ലൊക്കേറ്റ് ചെയ്യുക, രണ്ടാമത്തെ ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഏരിയയിലുള്ള വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ.